കണ്ണൂർ സർവകലാശാലയിൽ അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ ഫലം പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. വൈസ് ചാൻസലറാണ് സിൻഡിക്കേറ്റ് സമിതിയെ നിയോഗിച്ചത്. വയനാട് WMO ഇമാം ഗസാലി കോളേജിലെ BCom CA പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, അംഗീകാരമില്ലാത്ത കോഴ്സിൻ്റെ ഫലം സർവകലാശാല പ്രസിദ്ധീകരിക്കുന്നു. ഇതേപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷിക്കാൻ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കേരളത്തിലെ സർവകലാശാലകളെ പരസ്പരം ബന്ധിച്ചുകൊണ്ടുള്ള സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ മുഴുവൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അംഗീകാരമില്ലാത്ത കോഴ്സിൽ പ്രവേശനം അനുവദിക്കുകയും ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികളെ എക്സാം പരീക്ഷ എഴുതിപ്പിക്കുകയും തുടർന്ന് കണ്ണൂർ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഈ അംഗീകാരമില്ലാത്ത കോഴ്സിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ഈ വിഷയം പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ചർച്ചയാവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് കണ്ണൂർ സർവകലാശാല ഇതിലൊരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ ഫലം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ച സംഭവത്തിലാണ് ഈ ഒരു അന്വേഷണം പ്രധാനമായും നടക്കുന്നത്. ഇതിനായി സിൻഡിക്കേറ്റ് സമിതിയെ തന്നെയാണ് VC നിയോഗിച്ചിരിക്കുന്നത്. വയനാട് WMO ഇമാം ഗസാലി കോളേജിലെ BCom CA പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആരോപണം പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. ഈ കോഴ്സിന് സർവകലാശാല അനുമതി നൽകിയിരുന്നില്ല. അനുമതി നൽകാത്ത കോഴ്സിലേക്ക് ആളുകളെ എടുക്കുകയും അവിടെ പരീക്ഷ നടത്തുകയും ആ പരീക്ഷാഫലം സർവകലാശാലയുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞു. അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് തന്നെയാണ് സർവകലാശാലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിനോദ്, കണ്ണൂർ സർവകലാശാലയിലാണ് അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ ഫലം പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ വൈസ് ചാൻസലർ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.